ഈ പത്മകുമാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ദൈവത്തുല്യ ആളുകൾ ഉള്ളപ്പോൾ എനിക്കെന്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നെല്ലാം തന്നെയും പത്മകുമാർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ആ ദൈവതുല്യൻ ഈ തന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തന്ത്രി അറസ്റ്റിലാകുമ്പോൾ കൃത്യമായ തെളിവുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റിലായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ പത്മകുമാറിന്റെ മൊഴിയും അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധന്റെ മൊഴിയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി ഈ തന്ത്രിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഗോവർദ്ധന്റെയും മൊഴി എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇതിൽ ഈ സ്വർണ്ണപ്പള്ളി അടക്കമെല്ലാം കൊണ്ടുവന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണ്ണം ഒരുക്കി അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ അടക്കം അത് വാങ്ങി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയത് മാത്രമല്ല അത് സ്വർണം ഒരുക്കിയതും അത് ഇത്തരത്തിൽ വാങ്ങി നടക്കുമ്പോൾ ആളുകളിലേക്കൊക്കെ ഈ തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഈ കേസിൽ തന്ത്രി നിർണായകമായ ഒരു പ്രതിയായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിലെ ആദ്യ കേസിലും തന്ത്രിയെ പ്രതിയാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വിജിലൻസ് കോടതിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ കാര്യം കോടതിയെ SIT അറിയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ കൂടി പ്രതിയാക്കുമ്പോൾ എത്രാമത്തെ പ്രതിയായിരിക്കും, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തും എന്നതൊക്കെ ഇനി അറിയേണ്ടത്. എത്രാമത്തെ പ്രതിയായിരിക്കും എന്നുള്ളതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ കൊള്ളയിൽ തന്ത്രിക്ക് എന്ത് കിട്ടി, തന്ത്രിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ട്. അതിലേക്കാണ് ഇനി സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടാകും കേട്ടോ. കാരണം ഇതിന്റെ ഇടയിലൊക്കെ പലയിടങ്ങളിലായി ഇവർ ഒരുമിച്ച് പോയി പൂജ ചെയ്യും. ബംഗളൂരുവിൽ അടക്കം പോറ്റിക്കൊപ്പം തന്ത്രി എത്തുകയും പല പൂജകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ തട്ടിപ്പിന് കൂട്ടുന്നുകൊണ്ടുള്ള പങ്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഇടപാടാണ്. കാരണം ഇത് വിശ്വാസമാണ് കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് ഏറെ ഒരു 50 ഗ്രാമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു 2 കിലോ സ്വർണത്തിന്റെ തൂക്കമല്ല അതിനെ നമ്മൾ കാണേണ്ടത്. വിശ്വാസമാണ് ഇവിടെ കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിലമതിക്കാനാവാത്തതാണ്. ആ കച്ചവടത്തിൽ തന്ത്രിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ, അദ്ദേഹം അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയോ എന്ന ചോദ്യത്തിലാണ്. ഒരുപാട് പേര് ഇങ്ങനെ പ്രതിപട്ടികയിലേക്ക് വരുന്നുണ്ടെന്നതല്ലാതെ ഈ പോയ സ്വർണ്ണം ഇവിടെ മുതൽ കണ്ടെടുക്കാൻ ഇതുവരെ SIT കഴിഞ്ഞില്ല എന്നുള്ള SITയുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കൂടിയാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് 2 മാസം കഴിഞ്ഞു, വീണ്ടും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ തുണ്ടി മുതൽ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാലുകളിലെയും കടത്തിക്കൊണ്ടുപോയ സ്വർണം എവിടെ നിന്നും കണ്ടെടുക്കാൻ ഇതുവരെ SIT കഴിഞ്ഞു.